നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിൽ ഇപ്പോൾ ഇന്റർസെപ്റ്ററുകൾ അതിൻ്റെ കനത്ത ക്ഷാമം അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി അദ്ദേഹം ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളോടും അതുപോലെ തന്നെ അമേരിക്കയോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാച്ചിക്ക് നേരെ വധശ്രമം നടന്നതായിട്ട് ഇപ്പോൾ ഇറാൻ പറയുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ആദ്യമായിട്ടുള്ളത്. അതായത് ഇസ്രയേലിൽ ഇപ്പോൾ ഇന്റർസെപ്റ്ററുകൾ അതിൻ്റെ ക്ഷാമം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്റർസെപ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനിൽ നിന്ന് മിസൈലുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മിസൈലിനെ തടഞ്ഞിടേണ്ടത് ഈ ഇന്റർസെപ്റ്ററുകളാണ്. ഇത്തരം ഇന്റർസെപ്റ്ററുകളുടെ കുറവാണ് ഇപ്പോൾ ഇസ്രയേലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതും. അല്ലാതെ മറ്റ് മാധ്യമങ്ങളൊന്നുമല്ല ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത്. അമേരിക്കയിലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ഇസ്രയേലിൻ്റെ കയ്യിൽ വേണ്ട വിധത്തിലുള്ള, അതായത് ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത്, ഒരു പരിധിവരെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത് ഈ ഒരു ഇന്റർസെപ്റ്ററുകളാണ്. അതിൻ്റെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് ഇസ്രയേൽ ഉടനടി ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളെ തടഞ്ഞിടാനായിട്ടുള്ള ശേഷി ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രയേലിന് ഉണ്ടായേക്കില്ല. അതായത് ഇതെല്ലാം ഉണ്ടായിട്ട് തന്നെ ഇറാന്റെ മിസൈലുകളെ തടഞ്ഞിടാനായിട്ട് ഇസ്രയേലിന് കഴിയാത്തൊരവസ്ഥയിൽ നിന്ന് ഇതില്ലാത്തൊരവസ്ഥ അതൊരിക്കലും ഇസ്രയേലിനെ സംബന്ധിച്ച് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഒരേ ഒരു രക്ഷ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇസ്രയേലിൻ്റെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നാണ്. അതിനാൽ തന്നെയാണ് അമേരിക്ക പേട്രിയോട്ട് അതുപോലെ തന്നെ താഡ് മിസൈൽ സംവിധാനങ്ങളെല്ലാം, ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ നേരത്തെ കാലേക്കൂട്ടി തന്നെ ഇസ്രയേലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഫത്തൈ മിസൈലുകളെല്ലാം തന്നെ ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് തന്നെ ഇറാനിലേക്ക് കടന്നു കയറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ചെല്ലാമാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മളോട് ഇപ്പോൾ പറയുന്നത്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായി അദ്ദേഹം അമേരിക്കയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ തമ്മിൽ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഞങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഞങ്ങൾക്ക് യുദ്ധത്തിന് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചർച്ചകൾക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത്. ചർച്ചകൾക്ക് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്. അതായത് ഇസ്രയേലിനെയും അമേരിക്കയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവന ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇൻഡയറക്ട്ലി ആണെങ്കിലും അറബ് രാജ്യങ്ങളോടും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഭയന്നാൽ അവർ നിങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കും. നിങ്ങൾ ശക്തമായ നിലപാടുകൾ എടുക്കുക, ആ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കുക. അതിനിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാച്ചിക്ക് നേരെ ഒരു വധശ്രമത്തിനുള്ള ഒരു ഗൂഢാലോചന അത് തകർത്തതായിട്ടാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. നമുക്കറിയാം ഇറാന്റെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് അബ്ബാസ് ആരാക്ചി. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി നിരവധി കാര്യങ്ങൾ, നിരവധി വാർത്തകൾ നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളിൽ ഇറാന്റെ അഭിപ്രായം പറയുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തെ തെഹ്റാനിൽ വെച്ച് വധിക്കാനായി ശ്രമിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. പിന്നിൽ മൊസാദാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെ വൻ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. തീർച്ചയായിട്ടും പ്രതിഷേധം അതിനെതിരെ ഉയരുക തന്നെ ചെയ്യും. എന്നാൽ ഇസ്രയേൽ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അതിനിടെ യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രയേൽ ഇറാൻ വാക്പോര് നടക്കുകയാണ്. ഇസ്രയേൽ ഇറാൻ രൂക്ഷമായ വാക്പോരിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ പ്രതിനിധിയായിട്ടുള്ള യുഎന്റെ പ്രതിനിധിയായിട്ടുള്ള അമീർ സയ്യിദാണ് ഇത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. IAEA, അതായത് അന്താരാഷ്ട്ര അറ്റോമിക എനർജി ഏജൻസി, അതിൻ്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രയേലിൻ്റെ UN പ്രതിനിധിയായിട്ടുള്ള ഡാനി ഡാനോൺ ഇറാന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്ന രീതിയിലാണ് പ്രസ്താവന ഇറക്കുന്നത്.
ഇറാൻ ആണവായുധം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ ആരോപിക്കുന്നത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് ഇറാൻ്റെ കാര്യം. അതിൽ ഇസ്രയേൽ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ള ന്യായമായൊരു ചോദ്യവും അവിടെയുണ്ട്.